കരിങ്കടലിലെ ശക്തമായ റഷ്യൻ നാവികസേനയ്ക്കെതിരെ തുടരുന്ന ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ തകർത്തതായി യുക്രൈൻ സൈന്യം. റഷ്യൻ നിയന്ത്രിത ക്രിമിയയിൽ ആലുപ്കയോട് ചേർന്ന കടലിലാണ് കൂറ്റൻ കപ്പലായ സീസർ കുനിക്കോവ് ഡ്രോൺ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ പറ്റി മുങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നിരവധി റഷ്യൻ സൈനിക ദൌത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച യുദ്ധക്കപ്പലാണിത്. ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ മാസം റഷ്യയുടെ രണ്ടാം യുദ്ധക്കപ്പലാണ് യുക്രൈൻ ആക്രമണത്തിന് ഇരയാകുന്നത്. ഫെബ്രുവരി 1 രാത്രി ഡ്രോൺ പതിച്ച ഇവാനോവെച്ച് എന്ന കപ്പൽ മുങ്ങിയിരുന്നു. 87 നാവികരുമായി റഷ്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. റഷ്യയുടെ കരിങ്കടൽ സേനാവ്യൂഹത്തിന്റെ 20% തകർത്തുകളഞ്ഞതായും 25 കപ്പലുകൾ ഇതുവരെ നശിപ്പിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ പറയുന്നു. അതിനിടെ യുക്രൈനിൽ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് ക്രെംലിൻ. ഇടനിലക്കാരിലൂടെ US വഴി യുക്രൈനിൽ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ വാർത്ത ശരിയല്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പറഞ്ഞു. അതിനിടെ റഷ്യയ്ക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് ഇല്ലാതാക്കാൻ ചൈനയിലെ കമ്പനികൾക്ക് മേൽ ഉപരോധ നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി. പുറം രാജ്യങ്ങളിൽ നിന്ന് ആയുധം എത്തിക്കാൻ സഹായിക്കുന്നുവെന്ന ആരോപണമുനയിലുള്ള ചൈനയിലെ 3 ഹോങ്കോങ്ങിലെ 4 ഇന്ത്യയിലെ 1 കമ്പനികളാകും ഉപരോധത്തിൽ കുരുങ്ങുക. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഇലോൺ മസ്കും വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനു വേണ്ടിയുള്ള US-ന്റെ ആയുധ വിതരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുക്രൈൻ ഫണ്ടിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട് എക്സ്പേസിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മസ്ക്. യുക്രൈനു വേണ്ടി ചെലവാക്കുന്ന പണം അവരെ സഹായിക്കാൻ പോകുന്നില്ല. യുദ്ധം നീളുന്നതും അവർക്ക് സഹായകമാകില്ല എന്നും മസ്ക് പറഞ്ഞു. യുക്രൈന്റെ വിജയം ആഗ്രഹിക്കുന്നവർ കാൽപ്പനിക ലോകത്താണെന്ന റിപ്പബ്ലിക്കൻ സെനറ്റർ റോൺ ജോൺസന്റെ പ്രസ്താവനയെ ശരിവെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോൺ ജോൺസൺ, സെനറ്റർമാരായ JD വാൻസ്, മൈക്ക് ലീ, പരാജയപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിവേക് രാമസ്വാമി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമേൽ സമ്മർദ്ദമുണ്ടെന്നും യുക്രൈനിൽ നിന്ന് പിന്മാറിയാൽ ഒരുപക്ഷെ പുടിൻ വധിക്കപ്പെട്ടേക്കുമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു. റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോൾ രാജ്യത്തിന്റെ ആശയവിനിമയം നിർണായകമായതിനാൽ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം റഷ്യയ്ക്ക് നൽകിയതിനെക്കുറിച്ചും റഷ്യയുടെ ബഹിരാകാശ വിക്ഷേപണ മേഖലയിലെ സ്പേസ് എക്സിന്റെ പങ്കാളിത്തം അവസാനിപ്പിച്ചതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. യുക്രൈന് US പിന്തുണ നൽകുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡൻ, സെനറ്റ് റിപ്പബ്ലിക്കൻ നേതാവ് മിച്ച് മക്കർണൽ എന്നിവരുടേതിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടാണ് മസ്കിന്റേത്. റഷ്യയിൽ പുടിൻ അധികാരത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ ആർക്കാണ് സാധിക്കുകയെന്നും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ ആ വ്യക്തി സമാധാനപ്രിയനായിരിക്കുമെന്നും കരുതുന്നുണ്ടോ എന്നും മസ്ക് ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ പുടിനേക്കാൾ കടുപ്പക്കാരനായിരിക്കണമെന്ന മുന്നറിയിപ്പും മസ്ക് ചർച്ചയിൽ പങ്കുവച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നേരത്തെയും സമാനമായ അഭിപ്രായങ്ങൾ മസ്ക് പങ്കുവച്ചിരുന്നു. യുക്രൈന് വിജയസാധ്യത കുറവാണെന്ന് അഭിപ്രായപ്പെട്ട മസ്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ സഹായാഭ്യർത്ഥനയെ നിരസിക്കുകയും ചെയ്തിരുന്നു. ഇത് പരിഹസിക്കുകയും ചെയ്തിരുന്നു. സൈനിക അധിനിവേശത്തിലൂടെ റഷ്യ പിടിച്ചെടുത്ത മേഖലകളിൽ US ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം വ്യാപകമായതായി യുക്രൈൻ സേനയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. നേരത്തെ യുക്രൈൻ സേനയാണ് സ്റ്റാർലിങ്കിന്റെ ഇത്തരം ടെർമിനലുകൾ യുദ്ധനീക്കങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയിരുന്നത്. റഷ്യൻ സർക്കാരുമായോ അവരുടെ സൈന്യവുമായോ ഒരു തരത്തിലുമുള്ള ബിസിനസ് ഇടപാടുകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.